ഹരി ഓം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇന്ന് നമ്മൾ കാണുന്നത് 39ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം ഇങ്ങനെയാണ്: അതുലസ്സരഭോ ഭീമ സമയജ്ഞോഹവിർഹരിഃ സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിഞ്ജയഃ. ഇതിൽ 355ാമത്തെ നാമമായ അതുലഹ എന്ന നാമമാണ് ആദ്യം കാണുന്നത്. തനിക്ക് തുല്യനായി മറ്റൊന്നും ഇല്ലാത്തവൻ അല്ലെങ്കിൽ മറ്റാരും ഇല്ലാത്തവൻ ആണ് അതുലൻ. തുല്യമായിട്ട് മറ്റൊന്നുമില്ലാത്തവൻ. ശങ്കരാചാര്യർ പറയുന്നത് തുലാ ഉപമാനം അസ്യ ന വിദ്യത ഇതി അതുലഹ ന തസ്യ പ്രതിമാസ്തി യസ്യ നാമ മഹദ്യസഃ ഇതി ശ്രുതേ ന ത്വത്സമോസ്തി അഭ്യധികഃ കുതോന്യഃ ഇതി സ്മൃതേശ്ച. അവന് തുല്യമായോ താരതമ്യപ്പെടുത്താനോ മറ്റൊന്നും ഇല്ലാത്തതിനാൽ അതുലൻ. യാതൊരുവന്റെ നാമം മഹത്തായ യശസ് ആകുന്നുവോ ആ പരമാത്മാവിന് തുല്യമായി ഒന്നുമില്ല എന്ന ശ്വേതാശ്വതര ഉപനിഷത്തിലും അങ്ങയോട് തുല്യനായി ആരും തന്നെ ഇല്ല, പിന്നെ അധികനായ ഒരുവൻ എവിടെ നിന്ന് വരുന്നുവെന്ന് ഗീതയിലും പറഞ്ഞിരിക്കുന്നു. ഗീതയിലെ വിശ്വരൂപ ദർശന യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന ശ്ലോകമാണിത്. എന്തെങ്കിലും അളക്കാനോ താരതമ്യം ചെയ്യാനോ ഉപയോഗിക്കുന്ന ഉപകരണമാണ് തുലാസ്. നമ്മൾ ത്രാസ് എന്ന് പറയുന്ന തുലാസ്. മറ്റെന്തിനോടെങ്കിലും താരതമ്യപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒരു ഉപമ ഉപയോഗിച്ചോ നമുക്ക് അറിയാൻ വയ്യാത്ത ഒരു വസ്തുവിനെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാം. ഉദാഹരണത്തിന്, കാട്ടുപോത്തിനെ അറിയാത്ത ഒരാളോട് അത് പോത്തിനെ പോലെ തന്നെ കുറച്ചുകൂടെ വലിയ ഒരു മൃഗമാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എന്നാൽ ഒരു രൂപമോ മറ്റു ഗുണങ്ങളോ ഒന്നുമില്ലാത്ത ഭഗവാനെ എന്തിനോടാണ് താരതമ്യപ്പെടുത്തുക? ഏകനും അദ്വിതീയനും അല്ലെങ്കിൽ തന്നെ പോലെ മറ്റൊന്നും ഇല്ലാത്തവനും അനന്തനുമായ ഭഗവാന് തുല്യനായി മറ്റൊന്നും തന്നെ ഇല്ല. തുല്യമായിട്ടെന്നല്ല, ഭഗവാനല്ലാതെ മറ്റൊന്നും തന്നെ ലോകത്തിൽ ഇല്ല. അപ്പോൾ ഭഗവാനെ എന്തിനോടാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്? വിശ്വരൂപ ദർശനം ലഭിച്ചപ്പോൾ അർജുനൻ പറഞ്ഞത് എങ്ങനെയാണ്? നത്വത്സമോസ്ത്യഭ്യധികഃ കുതോന്യഃ ലോകത്രയേപി അപ്രതിമ പ്രഭാവഃ. ഭഗവാനെ അങ്ങേക്ക് തുല്യനായി മറ്റൊന്നും ഞാൻ കാണുന്നില്ല, പിന്നെ അങ്ങയേക്കാൾ വലുതായി എന്തുണ്ടാകാനാണ്? ശ്വേതാസുര ഉപനിഷത്തിൽ ഭഗവാന്റെ അതുല്യാവസ്ഥയെ ഇങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്: നൈനമൂർധ്വം തിര്യഞ്ചം നമധ്യേപരജഗ്രഭത് ന തസ്യ പ്രതിമാ അസ്തി യസ്യ നാമം മഹദ്യസഃ. ആത്മാവിനെ അഥവാ ബ്രഹ്മനെ മേലെയോ താഴെയോ വിലങ്ങനെയോ മധ്യത്തിലോ മുറിക്കുവാൻ സാധ്യമല്ല. അതിന് തുല്യമായ മറ്റൊരു വസ്തു ഇല്ല. അത് യശസ് എന്ന പേരിൽ സർവത്ര പ്രസിദ്ധമായിരിക്കുന്നു. ഇങ്ങനെയാണ് ആത്മാവിനെ ശ്വേതാശ്വതര ഉപനിഷത്തിൽ വിവരിച്ചിരിക്കുന്നത്. അതിനാൽ ഭഗവാൻ അതുലൻ ആണ്. അടുത്ത നാമം സരഭഃ എന്നാണ്. സരഭ, ശരീരത്തിനുള്ളിൽ പ്രത്യേകാത്മരൂപത്തിൽ പ്രകാശിക്കുന്നവനാണ് സരഭൻ. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് സരാഹ ശരീരാണി ശീര്യമാണത്വാത് തേഷു പ്രത്യേകാത്മതയാ ഭാതി ഇതി സരഭഃ. നശിച്ചു പോകുന്ന സ്വഭാവമുള്ളതിനാൽ ശരീരത്തെ സരഹ എന്ന് പറയുന്നു. ഭ എന്നാൽ പ്രകാശിക്കുക എന്നാണ് അർത്ഥം. നശിച്ചു പോകുന്ന ശരീരത്തിൽ ഒരിക്കലും നശിക്കാതെ ഇരുന്നുകൊണ്ട് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതിനാൽ പ്രത്യേകാത്മാവിനെ അഥവാ ജീവാത്മാവിനെ സരഭ എന്ന് പറയുന്നു. ജീവാത്മാവ് തന്നെയാണല്ലോ പരമാത്മാവും. അതുകൊണ്ട് ഭഗവാനെയും ഈ നാമം കൊണ്ട് തന്നെ പറയുന്നു. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം നശിക്കുന്നതാണ്. ഉണ്ടാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്ന, കൂട്ടിച്ചേർത്തിരിക്കുന്ന, പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന എന്തു വസ്തുവും ഒരിക്കൽ നശിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ ശരീരത്തിനുള്ളിൽ ജീവാത്മാവായി തിളങ്ങുന്ന ചൈതന്യം, അതിനെയാണ് തേഷു പ്രത്യേകാത്മതയാ ഭാതി എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്.
ഈ ചൈതന്യം അല്ലെങ്കിൽ ജീവാത്മാവ് ഒരിക്കലും നശിക്കാത്തതാണ്. അതിന് ജനനമോ മരണമോ ഇല്ല. ഈ ജീവാത്മാവാണ് സരഭ. പരമാത്മാവിനെ പോലെ ഈ സരഭയും സ്വയം പ്രകാശിക്കുന്നതും മറ്റെല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതുമാണ്. ഭഗവാൻ തന്നെയാണ് പ്രത്യേകാത്മാവായി എല്ലാ ശരീരത്തിലും വസിക്കുന്നത്. കൃഷ്ണൻ പറയുന്നുണ്ടല്ലോ 13-ാം അധ്യായത്തില് ക്ഷേത്രജ്ഞ ഭാഗയോഗത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട്, ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞനായി അല്ലെങ്കിൽ ജീവാത്മാവായി ഇരിക്കുന്നത് ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ 13-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ തന്നെ കൃഷ്ണൻ വീണ്ടും പറയുന്നുണ്ട്, യഥാ പ്രകാശയത്യേകഃ കൃഷ്ണം ലോകമിദം രവിഃ ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. അർജുന, സൂര്യൻ സ്വയം പ്രകാശിത്തുകൊണ്ട് ലോകത്തെ ആകമാനം പ്രകാശിപ്പിക്കുന്നത് പോലെ ഈ ആത്മാവ് എല്ലാ ജീവികളുടെയും ശരീരത്തിനുള്ളിൽ ഇരുന്നുകൊണ്ട് എല്ലാ ജീവനെയും പ്രകാശിപ്പിക്കുന്നു. പുരുഷോത്തമ യോഗത്തിൽ കൃഷ്ണൻ വീണ്ടും പറയുന്നു, അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിതഃ പ്രാണാപാനസമായുക്തഃ പചാമ്യന്നം ചതുർവിധം. ഞാൻ എല്ലാ ജീവികളുടെയും ഉള്ളിൽ വൈശ്വാനരാജ്ഞിയായി ഇരുന്നുകൊണ്ട് പ്രാണനോടും അപാനനോടും ചേർന്ന് 4 തരത്തിലുമുള്ള ഭക്ഷണങ്ങളെ എല്ലാം ദഹിപ്പിക്കുന്നു. ദഹനശക്തിയായി ജീവനെ നിലനിർത്തുന്നത് ഭഗവാൻ തന്നെയാണ്. ഭക്ഷണത്തെ ഊർജമാക്കി മാറ്റുന്നത് ഈ വൈശ്വാനരാജ്ഞി രൂപത്തിലുള്ള ഭഗവാനാണ്. അടുത്ത നാമം 357-ാമത്തത് ഭീമഃ എന്നതാണ്. ഈ നാമത്തിനെ ഭീമ എന്നും അഭീമ എന്നും എടുക്കാം. സംസ്കൃത വ്യാകരണം അനുസരിച്ച് ഇതിനെ ഭീമഃ അല്ലെങ്കിൽ അഭീമഃ ഇങ്ങനെ 2 വിധത്തിലും എടുക്കാം. ഭീമ എന്നാൽ എല്ലാവരും ഭയപ്പെടുന്നവൻ, ഭീമൻ എന്നും അഭീമ എന്നാൽ ഭയത്തെ ഇല്ലാതാക്കുന്നവൻ എന്നുമാണ് അർത്ഥം വരുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ബിഭേദി അസ്മാത് സർവം ഇതി ഭീമഃ. ആദ്യത്തെ അർത്ഥം സന്മാർഗവർത്തിനാം അഭീമ ഇതിവ. എല്ലാവരും പേടിക്കുന്നവനാണ് ഭീമൻ. സന്മാർഗത്തിൽ സഞ്ചരിക്കുന്നവരുടെ ഭയത്തെ നീക്കുന്നവൻ അഭീമൻ. ഇങ്ങനെ 2 അർത്ഥവും ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ചിലരെയെങ്കിലും പേടിയുണ്ടാവും. ശത്രുക്കളെയോ കള്ളന്മാരെയോ അല്ലെങ്കിൽ കള്ളന്മാർക്ക് പോലീസിനെയോ അങ്ങനെയൊക്കെ പേടി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഭഗവാനെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഭയക്കുന്നത്? കാരുണ്യ സ്വരൂപനാണല്ലോ ഭഗവാൻ. എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നാം ആശ്രയിക്കുന്നതും ഭഗവാനെ തന്നെയാണ്. നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന എല്ലാവരും, ഇൻക്ലൂഡിങ് നമ്മുടെ പേരൻസ് പോലും എന്തെങ്കിലും ഒരു ഉദ്ദേശത്തോടുകൂടി ആയിരിക്കും സഹായിക്കുന്നത്. നിഷ്കാമമായിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുമെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവും. എന്നാൽ ഭഗവാൻ മാത്രമാണ് യാതൊരു സങ്കല്പവുമില്ലാതെ യാതൊരു ഫലപ്രതീക്ഷയും ഇല്ലാതെ നമ്മളെ സംരക്ഷിക്കുന്നതും സഹായിക്കുന്നതും. അതുകൊണ്ട് ഭഗവാൻ അഭീമമാണ്, അതായത് ആരും ഭയക്കാത്തവനാണ്. അപ്പോൾ പിന്നെ ഭഗവാൻ ഭീമനാണ് അല്ലെങ്കിൽ എല്ലാവരും ഭയക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? എങ്ങനെയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അത് ആലങ്കാരികമായി പറയുന്നതാണ്. കർമ്മനിയമങ്ങളും ധർമ്മനിയമങ്ങളും ഉൾപ്പെടുന്ന ലോക നിയമങ്ങളാണ് ഈ പ്രപഞ്ചം ഒരു സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്നതിന് കാരണം. പ്രപഞ്ചത്തിലെ എല്ലാ ഘടകങ്ങളും ഇൻക്ലൂഡിങ് വായു, ജലം, സൂര്യൻ, എന്തിന് സാക്ഷാൽ യമധർമ്മരാജൻ പോലും കാലം, സമയം പോലും ഈ നിയമങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അഗ്നി എപ്പോഴും ചൂടുള്ളത് തന്നെയായിരിക്കും, അതിനൊരിക്കലും തണുത്തതാകാൻ പറ്റില്ല. വായു എപ്പോഴും ചലിച്ചുകൊണ്ട് തന്നെയിരിക്കും. ജലം ഉയരത്തിൽ നിന്ന് താഴോട്ട് മാത്രമേ ഒഴുകുകയുള്ളൂ, താഴേന്നും മുകളിലേക്ക് ഒഴുകില്ല. ഇതൊന്നും ഒരിക്കലും മാറുകയില്ല. ഭഗവാനാണ് ഈ ലോക നിയമങ്ങൾ. അതുകൊണ്ട് ഇവരെല്ലാവരും ഭഗവാനെ ഭയന്ന് എന്ന പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഇവിടെ ഭയമല്ല, ദേ ആർ വർക്കിംഗ് അക്കോർഡിംഗ് ടു ദ റൂൾസ്, അക്കോർഡിംഗ് ടു ദ ലോ ഓഫ് നേച്ചർ. തൈത്തിരീയ ഉപനിഷത്തിൽ പറയുന്നത് ഭീഷാസ്മാദ് വാതപ്പവതേ ഭീഷോദേതി സൂര്യഃ
ഭീഷാസ്മാദഗ്നിശ്ചേന്ദ്രശ്ച മൃത്യുർധാവതി പഞ്ചമ ഇതി. ഈ ബ്രഹ്മനെ ഭയന്നാണ് വായു ചലിക്കുന്നതും സൂര്യൻ ഉദിക്കുന്നതും അഗ്നിയും ഇന്ദ്രനും ഒക്കെ തങ്ങളുടെ ജോലികൾ യഥാക്രമം ചെയ്യുന്നതും യമധർമ്മരാജൻ പോലും പ്രവർത്തിക്കുന്നതും. ഇവിടെ ഭയമല്ല, മറിച്ച് എല്ലാവരും ഒരു ലോക നിയമത്തെ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. ഭഗവാനാണ് ആ നിയമം. അതിനാൽ ഭഗവാനെ ഭീമൻ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നവൻ എന്ന് പറയുന്നു. എന്നാൽ വാസ്തവത്തിൽ ഭഗവാൻ അഭീമൻ ആണ്. ഭഗവാനെ അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാ ഭയത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു. എല്ലാ കർമ്മഫലങ്ങളും തരുന്നത് ഭഗവാനാണ്. ഗീതയിൽ കൃഷ്ണൻ പറയുന്നത് പോലെ കർമ്മം ചെയ്യാൻ മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത്. കർമ്മഫലം നമ്മുടെ നിയന്ത്രണത്തിലല്ല. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. എല്ലാ കർമ്മങ്ങളുടെയും ഫലം പല പല കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിൽ പലതും നമുക്ക് അറിയുക തന്നെയില്ല. അറിയുന്നവ തന്നെ നമുക്ക് നിയന്ത്രിക്കാനും പറ്റൂല. ആ കർമ്മഫലങ്ങളെ നിയന്ത്രിക്കുന്നത് കർമ്മ നിയമങ്ങളാണ്. ഭഗവാനാണ് ഈ കർമ്മ നിയമങ്ങൾ. നാം നമ്മുടെ കഴിവനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യുക. കർമ്മ നിയമങ്ങൾ അനുസരിച്ച് ഭഗവാൻ അവയ്ക്കുള്ള ഫലം തരും. ഇത് മനസ്സിലാക്കി കർമ്മഫലങ്ങളെ ഈശ്വര പ്രസാദമായി സ്വീകരിച്ചാൽ നമുക്ക് ഭഗവാനിലുള്ള ഭയമൊക്കെ മാറും. ഇതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഒരു കർമ്മയോഗി ഈശ്വരനെ ഒരിക്കലും ഭയപ്പെടുന്നവനായിരിക്കില്ല. ഈശ്വരനെ ഇങ്ങനെ സച്ചിദാനന്ദ സ്വരൂപമായി കണ്ടു കഴിയുമ്പോൾ എല്ലാ ഭയങ്ങളും മാറുന്നു. രണ്ടാമതൊരു വസ്തു ഉണ്ട് എന്നുള്ള തോന്നലിൽ നിന്നാണ് ഭയമുണ്ടാകുന്നത്. രണ്ടാമതൊന്നില്ലാത്തിടത്തോളം ഭയവും ഉണ്ടാകില്ല. ബ്രഹ്മനുമായുള്ള ഐക്യം സാധിച്ച അല്ലെങ്കിൽ ആത്മജ്ഞാനം നേടിയ ആൾ ഭയമുക്തനായി തീരുന്നു എന്ന് തൈത്തിരീയോപനിഷത്തിൽ പറയുന്നുണ്ട്. അല്പമെങ്കിലും ദ്വൈതം വന്നു കഴിഞ്ഞാൽ അവിടെ ഭയമുണ്ടാകും. ഉപനിഷത്തിൽ പറയുന്നത് എങ്ങനെയാണ്? തൈത്തിരീയോപനിഷത്തിൽ യഥാ ഹേവൈഷ ഏതസ്മിൻ അദൃശേ അനാത്മ്യേ അനിരുക്തേ അനിലയനേ അഭയം പ്രതിഷ്ഠാം വിന്ദതേ അധസോ ഭയം ഗതോ ഭവതി. യഥാ ഹേ വൈഷം ഏതസ്മിൻ ഉദരം അന്തരം കുരുതേ അധ തസ്യ ഭയം ഭവതി. എപ്പോഴാണോ ഒരു സാധകൻ അദൃശ്യവും അശരീരവും അനിർവാച്യവും ആശ്രയരഹിതവുമായ ഈ ബ്രഹ്മനിൽ ഭയരഹിതമായ പ്രതിഷ്ഠയെ പ്രാപിക്കുന്നത്, അതായത് ഈ ബ്രഹ്മനെ, ഇങ്ങനെയെല്ലാമുള്ള ഈ ബ്രഹ്മനെ നന്നായി അറിയുന്നത്, അപ്പോൾ അവൻ അഭയത്തെ പ്രാപിക്കുന്നു. അഭയത്തെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ഭയം ഇല്ലാതായിത്തീരുന്നു. ഈ ബ്രഹ്മനിൽ അല്പമെങ്കിലും ഭേദത്തെ കാണുന്നുവെങ്കിൽ അവന് ഭയമുണ്ടാകുന്നു. ഉദരം അന്തരം കുരുതേ അധ തസ്യ ഭയം ഭവതി. അല്പമെങ്കിലും ദ്വൈതം മനസ്സിലുണ്ടാവുകയാണെങ്കിൽ, ഞാനല്ലാതെ മറ്റൊന്നുകൂടി ഇവിടെ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഭയമുണ്ടാകും. അങ്ങനെ ഭഗവാനെ സച്ചിദാനന്ദ ബ്രഹ്മസ്വരൂപമായി കർമ്മഫലദാതാവായി കാണുന്ന ആൾക്ക് ഭഗവാൻ അഭീമൻ ആണ്. അതേസമയം ഒരിക്കലും ലംഘിക്കാനാവാത്ത പ്രകൃതി നിയമങ്ങളുടെ അല്ലെങ്കിൽ കർമ്മ നിയമങ്ങളുടെ രൂപത്തിൽ ഭയം ജനിപ്പിക്കുന്നവനെ പോലെ തോന്നുകയും ചെയ്യും. അതിനാൽ ഭീമനുമാണ്. ഇങ്ങനെയാണ് ഈ നാമത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് സമയജ്ഞ എന്നതാണ് 358 നാമം. ഈ നാമം നമുക്ക് രണ്ടു വിധത്തിൽ കാണാം. സമയഃ ജ്ഞഃ, എല്ലാത്തിൻ്റെയും ശരിയായ സമയം അറിയുന്നവൻ. ജ്ഞഃ എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, ജ്ഞാനം ഉള്ളവൻ എന്നാണ് അർത്ഥം. അപ്പം സമയത്തിനെ കുറിച്ച് ജ്ഞാനമുള്ളവൻ സമയജ്ഞൻ, അല്ലെങ്കിൽ സമയജ്ഞഃ, എല്ലാവരെയും സമമായി കാണുന്നവൻ. ഇങ്ങനെ രണ്ടു വിധത്തിൽ അർത്ഥമെടുക്കാം. ശങ്കരാചാര്യർ രണ്ടു വിധത്തിലും പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിസ്ഥിതി സംഹാര സമയവിത്ത് ഷഡ് സമയാൻ ജാനാതി ഇതി വാ സമഞ്ജയഃ. അടുത്തത് സർവഭൂതേഷു സമത്വം യജനം സാധു അസ്യേതി വാ സമയജ്ഞഃ. സമത്വം ആരാധനം അച്യുതസ്യ ഇതി പ്രഹ്ലാദവചനാത്. സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളുടെ ഒക്കെ ശരിയായ സമയം അറിയുന്നവൻ, വസന്തം ഗ്രീഷ്മം തുടങ്ങിയ 6 ഋതുക്കളെയും അതാതിന്റെ ശരിയായ സമയത്ത് കൊണ്ടുവരാനുള്ള ജ്ഞാനമുള്ളവനായതിനാൽ സമയജ്ഞൻ. ഇതാണ് ആദ്യത്തെ അർത്ഥം. എല്ലാവരെയും സമമായി കാണുന്നവൻ ആയതിനാലും സമയജ്ഞൻ എന്ന് പറയും. വിഷ്ണു പുരാണത്തിൽ പ്രഹ്ലാദൻ പറയുന്നത്,
സമത്വമാകുന്നു അച്യുതന്റെ ആരാധനം എന്നാണ്. സമയം അറിയുന്നവൻ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഓരോ സംഭവത്തിന്റെയും സമയം അറിയുക എന്നല്ല അർത്ഥം. ഓരോ കർമ്മത്തിന്റെയും ഫലം കൊടുക്കാനുള്ള ശരിയായ സമയവും കാലവും അറിയുക എന്നാണ്. എല്ലാ കർമ്മങ്ങളുടെയും ഫലം വരുന്നത് ഒരേ സമയത്തല്ല. പല വിത്തുകളും നട്ടു കഴിഞ്ഞാൽ അവ ഒരേ സമയത്ത് കിളുക്കുകയോ പൂക്കുകയോ കായ്ക്കുകയോ ഒന്നും ചെയ്യില്ലല്ലോ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതുപോലെ എല്ലാത്തിനെയും അതാതിന്റെ സമയത്ത് നടത്താനുള്ള ജ്ഞാനമുള്ളവനാണ് ഭഗവാൻ. ഓരോരുത്തരും ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും വേണ്ട ഫലങ്ങൾ ഏത് സമയത്ത് എവിടെ വെച്ച് എങ്ങനെ കൊടുക്കണമെന്ന് ഭഗവാന് മാത്രമേ അറിയുള്ളൂ. പൂർവകാല കർമ്മങ്ങളിൽ നിന്ന് ആർജിച്ച സഞ്ചിത കർമ്മങ്ങളിൽ നിന്ന് ഓരോ ജന്മത്തിനും വേണ്ട പ്രാരാബ്ധ കർമ്മങ്ങളെ തിരഞ്ഞെടുത്ത് അതാത് കർമ്മങ്ങൾക്കനുസരിച്ച് ശരീരവും മാതാപിതാക്കളെയും എല്ലാം തീരുമാനിക്കുന്നത് സർവജ്ഞനായ ഭഗവാൻ മാത്രമേ കഴിയുള്ളൂ. എന്നാൽ ഇങ്ങനെ ഭഗവാൻ എല്ലാം അറിയുകയും എല്ലാം അതാത് സമയത്ത് നടത്തുകയും ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞ് നാം കൈകെട്ടിയിരിക്കാൻ പാടില്ല. നമുക്ക് വേണ്ടത് എന്താണെന്ന് ഭഗവാനോട് പറയുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും വേണം. ഇതിനെയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്ത് ഫലം വേണമെങ്കിലും അതിന് പ്രയത്നവും അതോടൊപ്പം പ്രാർത്ഥനയും വേണം. അങ്ങനെ പ്രപഞ്ചത്തിലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ശരിയായ സമയം അറിയുന്നവൻ ആയതിനാൽ ഭഗവാനെ സമയജ്ഞൻ എന്ന് വിളിക്കുന്നു. ഒരു യുദ്ധമാണെങ്കിൽ പോലും അതിൽ വേണ്ട സമയത്ത് ഉപയോഗിക്കേണ്ട 6 വിധ സമരതന്ത്രങ്ങളുണ്ട്. സന്ധി, യുദ്ധം ഒഴിവാക്കാനായി ശത്രുക്കളുമായി ഒരു ഒത്തുതീർപ്പുണ്ടാക്കുന്നതിനാണ് സന്ധി എന്ന് പറയുന്നത്. അടുത്തത് വിഗ്രഹം, ആവശ്യം വന്നാൽ മാത്രം യുദ്ധത്തിൽ ഏർപ്പെടുക, അതാണ് വിഗ്രഹം. യാനഹ, യാനഹ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനുള്ള ആദ്യ സ്റ്റെപ്പ് സ്വയം എടുക്കുക, അങ്ങോട്ട് ആക്രമിക്കുക. 4-മത്തേത് ആസന, ശത്രു ആദ്യത്തെ നീക്കം നടത്തുന്നതിന് വേണ്ടി കാത്തിരിക്കുക, അതാണ് അടുത്ത ഓപ്ഷൻ, 4-മത്തെ ഓപ്ഷൻ. ദ്വൈത എന്നാൽ ശത്രുക്കളുടെ ബലം കുറയ്ക്കാൻ വേണ്ടി അവരെ തമ്മിൽ ഭിന്നിപ്പിക്കുക. ബ്രിട്ടീഷുകാർ ചെയ്തില്ലേ ഡിവൈഡ് ആൻഡ് റൂൾ, അത് തന്നെയാണ് ദ്വൈതം എന്ന് പറയുന്നത്. അടുത്തത് ആശ്രയണ, ആ സഹായത്തിന് മറ്റാരെങ്കിലും കൂടെ ആശ്രയിക്കുക. ഇങ്ങനെ 6 വിധ തന്ത്രങ്ങൾ യുദ്ധനീതിയിലുമുണ്ട്. ഈ 6 വിധ തന്ത്രങ്ങളും കൃഷ്ണൻ തന്റെ അവതാരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാ ജീവജാലങ്ങളെയും ഒരുപോലെ കാണുന്നതാണ്, അല്ലെങ്കിൽ എല്ലാവരിലും ഒരേ ഈശ്വര സാന്നിധ്യം മനസ്സിലാക്കുന്നതാണ് ഭഗവാനോടുള്ള ഏറ്റവും വലിയ ആരാധന എന്നാണ് പ്രഹ്ലാദൻ പറഞ്ഞിരിക്കുന്നത്. സമത്വം ആരാധനം അച്യുതസ്യ, എല്ലാവരെയും ഒരുപോലെ കാണുന്നതിനാലും ഭഗവാനെ സമയജ്ഞൻ എന്ന് പറയുന്നു. അടുത്ത നാമം 359 ഹവിർ ഹരിഹി എന്നതാണ്. യജ്ഞങ്ങളിലെ ഹവിസിനെ ഹരിക്കുന്നവനാണ് ഹവിർ ഹരി. ഹരിക്കുക എന്നാൽ മോഷ്ടിക്കുക എന്നാണ് സാധാരണ അർത്ഥം പറയുന്നതെങ്കിലും ഇവിടെ അതിനെ സ്വീകരിക്കുക എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത്. ഇവിടെയും ഹവിർ ഹരി എന്നത് ഒരു നാമമായിട്ടോ അല്ലെങ്കിൽ ഹവിഹി ഹരിഹി എന്നിങ്ങനെ 2 നാമങ്ങളായിട്ടോ എടുക്കാം. ശങ്കരാചാര്യർ 2 വിധത്തിലും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. യജ്ഞേഷു ഹവിർഭാഗം ഹരതീതി ഹവിർ ഹരിഹി, അഹം ഹി സർവയജ്ഞാനാം ഭോക്താജ പ്രഭുരേവ ച ഇതി ഭഗവദ്വചനാത്. അഥവാ ഹൂയതേ ഹവിഷാ സ ഏവേതി ഹവിഹി അബധ്നൻ പുരുഷം പശുഹു ഇതി ഹവിഷ്ടം ശ്രൂയതേ പുരുഷസൂക്തത്തിൽ. സ്മൃതി മാത്രേണ പുംസാം പാപം അവിദ്യാ തത്കാര്യം സംസാരം വാ ഹരതി ഇതി യജ്ഞഭാഗം ഹരതി ഇതി വാ ഹരിതവർണത്വാദ് വാ ഹരിഹി. ഇങ്ങനെ 3 തരത്തിൽ ഹരി എന്നുള്ള അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 വിധത്തിലുള്ള അർത്ഥവും ശങ്കരാചാര്യർ പറഞ്ഞിട്ടുണ്ട്. എല്ലാ യാഗങ്ങളിലെയും യജ്ഞങ്ങളിലെയും ഹവിസ് അവസാനമായി എടുക്കുന്നവൻ ഹവിർ ഹരി, അതാണ് ഒരു നാമമായിട്ട് എടുക്കുന്നത്. എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും പ്രഭുവും ഞാനാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് എല്ലാ യാഗങ്ങളിലും ഹവിസായി ഹവനം ചെയ്യപ്പെടുന്നതിനാൽ ഹവിഹി. ഹവിസ് എന്ന് പറഞ്ഞാൽ യജ്ഞത്തിൽ അർപ്പിക്കുന്ന ഹോമദ്രവ്യമാണ്. പുരുഷരൂപമായ പശുവിനെ യജ്ഞമൃഗമായി ബന്ധിച്ചു എന്ന് പുരുഷസൂക്തത്തിൽ
ഭഗവാനെ ഹവിസായി പറയുന്നു. കേവല സ്മരണ കൊണ്ട് മാത്രം ഭക്തന്മാരുടെ പാപവും അജ്ഞാനജന്യമായ സംസാരത്തെയും നീക്കുന്നതിനാൽ ഹരി, അല്ലെങ്കിൽ ഹരിതവർണ്ണമുള്ളവനായതിനാൽ ഹരി. ഇങ്ങനെയാണ് ശങ്കരാചാര്യർ ഇതിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത്. ഹവിർഹരി എന്നത് ഒരു വാക്കായി എടുത്താൽ യാഗങ്ങളിൽ ഹോമിക്കപ്പെടുന്ന വസ്തു എന്ന് വ്യാഖ്യാനിക്കാം. എല്ലാ യാഗങ്ങളിലും അഗ്നി, ഇന്ദ്രൻ, വരുണൻ തുടങ്ങിയ ദേവതകൾക്ക് വേണ്ടിയാണ് ഹവിസ് അർപ്പിക്കുന്നത്. പക്ഷേ അതെല്ലാം ചെന്നു ചേരുന്നത് ഭഗവാനിലാണ്. എല്ലാ ദേവതകളായും പ്രത്യക്ഷപ്പെടുന്നത് ഭഗവാൻ തന്നെ ആയതിനാൽ എല്ലാ ഹവിസും ഭഗവാനുള്ളത് തന്നെയാണ്. എല്ലാ നദികളും അവസാനം കടലിൽ തന്നെ ചെന്ന് ചേരുന്നത് പോലെ എല്ലാ അർപ്പണങ്ങളും ഭഗവാനിൽ തന്നെ ചേരുന്നു. ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, അഹം ഹി സർവയജ്ഞാനാം ഭോക്താജ പ്രഭുരേവച. 9-ാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നു, എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും, അതായത് അത് സ്വീകരിക്കുന്നവനും പ്രഭുവും ഞാൻ തന്നെയാണ്. അങ്ങനെ ഹവിർ ഭോക്ത എന്ന അർത്ഥത്തിൽ ഭഗവാൻ ഹവിർ ഹരിയാണ്. ഇനി ഇത് 2 നാമങ്ങളായി എടുത്താൽ ഹരി എന്ന വാക്കിനെ ഹരതി പാപാനി, അതായത് എല്ലാവരുടെയും ഭക്തന്മാരുടെ അല്ലെങ്കിൽ തന്നെ ആശ്രയിക്കുന്നവരുടെ എല്ലാവരുടെയും പാപങ്ങൾ നീക്കുന്നവനായതിനാൽ ഹരിഹി. സ്മരണ കൊണ്ട് മാത്രം ഭഗവാൻ തന്റെ ഭക്തന്മാരുടെ അജ്ഞാനത്തിനെയും സംസാരത്തെയും നീക്കുന്നു അല്ലെങ്കിൽ ഹരിക്കുന്നു, അതിനാൽ ഹരിയാണ്. ഹവിഹി എന്നാൽ വിരാട് പുരുഷരൂപത്തിൽ ദേവന്മാരുടെ യാഗത്തിലെ ഹവിസ് ആണ് ഭഗവാൻ. പുരുഷസൂക്തം ഇങ്ങനെയാണ് പറഞ്ഞത്, അബധ്നൻ പുരുഷം പശുവും. ദേവന്മാർ യാഗം ചെയ്തപ്പോൾ സങ്കല്പ ഹവിസായി അർപ്പിച്ചത് ഭഗവാനെയാണ്. അതിനാൽ ഹവി എന്ന നാമം വന്നു. അല്ലെങ്കിൽ ഹരിത നിറം ഉള്ളതിനാലും, ഹരിത നിറം എന്ന് പറഞ്ഞാൽ ഇളം പച്ച കലർന്ന നീല നിറമുള്ളതിനാലും ഹരിയാണ്. ഇങ്ങനെയാണ് ഹരി, ഹവി എന്ന 2 നാമങ്ങൾ വന്നിരിക്കുന്നത്. ഈ നിർവചനം വന്നിരിക്കുന്ന മഹാഭാരതത്തിലെ ശാന്തി പർവ്വത്തിലുള്ള ഈ ശ്ലോകത്തിൽ നിന്നാണ്. ഹരാമ്യഹം ച സ്മതൃണാം ഹവിർഭാഗം ക്രതുഷ്വഹം വർണ്ണശ്ച മേ ഹരിശ്രേഷ്ഠഃ തസ്മാത് ഹരിരഹം സ്മൃതഃ. എന്നെ സ്മരിക്കുന്നവരുടെ പാപങ്ങളെ ഞാൻ ഇല്ലാതാക്കുന്നു അല്ലെങ്കിൽ ഹരിക്കുന്നു. അതുപോലെ യാഗങ്ങളിലെ ഹവിർഭാഗം അല്ലെങ്കിൽ വഴിപാടുകൾ സ്വീകരിക്കുന്നതും ഞാനാണ്. എന്റെ നിറം ശ്രേഷ്ഠമായ ഹരി വർണ്ണമാണ്, പച്ച കലർന്ന നീലയാണ്. അതുകൊണ്ട് ഞാൻ ഹരി എന്നറിയപ്പെടുന്നു. അടുത്ത നാമം സർവലക്ഷണ ലക്ഷണ്യ എന്നാണ്. എല്ലാ പ്രമാണങ്ങൾ കൊണ്ടും അറിയേണ്ടവൻ ആണ് സർവലക്ഷണ ലക്ഷണ്യ എന്നതിന്റെ അർത്ഥം. ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്നത്, സർവൈഹി ലക്ഷണൈഹി പ്രമാണൈഹി ലക്ഷണം ജ്ഞാനം ജായതേ യത്തദ് വിനിർദിഷ്ടം സർവലക്ഷണ ലക്ഷണം തത്ര സാധുഃ സർവലക്ഷണ ലക്ഷണ്യഃ തസ്യൈവ പരമാർത്ഥത്വാത്. എല്ലാ ലക്ഷണങ്ങളും അല്ലെങ്കിൽ പ്രമാണങ്ങളും കൊണ്ട് യാതൊരു ലക്ഷണം അഥവാ ജ്ഞാനം ഉണ്ടാകുന്നുവോ അത് സർവലക്ഷണം എന്ന് പറയപ്പെടുന്നു. ആ ജ്ഞാനത്തിൽ യാതൊന്ന സാധു അല്ലെങ്കിൽ സർവോത്തമമായിരിക്കുന്നുവോ ആ പരമാത്മാവ് തന്നെയാണ് സർവലക്ഷണ ലക്ഷണ്യൻ. എന്തെന്നാൽ അദ്ദേഹം തന്നെയാകുന്നു പരമാർത്ഥ സ്വരൂപൻ. ഇവിടെ ലക്ഷണം എന്ന വാക്ക് 2 പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു. സർവലക്ഷണ ലക്ഷണ്യം. ആദ്യത്തെ ലക്ഷണം എന്നാൽ ഒരു പ്രമാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് അറിയാനുള്ള മാർഗം അല്ലെങ്കിൽ ഉപകരണമാണ്. രണ്ടാമത്തെ ലക്ഷണം എന്നാൽ ആ പ്രമാണം ഉപയോഗിച്ചുണ്ടാകുന്ന അറിവ് അല്ലെങ്കിൽ ജ്ഞാനം. അങ്ങനെ എല്ലാ പ്രമാണങ്ങളും ഉപയോഗിച്ച് കിട്ടാവുന്ന ജ്ഞാനത്തിനെ സർവലക്ഷണ ലക്ഷണം എന്ന് പറയുന്നു. സർവലക്ഷണങ്ങളും കൊണ്ട് കിട്ടാവുന്ന ലക്ഷണം, സർവപ്രമാണങ്ങളും കൊണ്ട് കിട്ടാവുന്ന ജ്ഞാനം. ആ ജ്ഞാനം കൊണ്ട് ലക്ഷ്യമാക്കുന്നതിനെ സർവലക്ഷണ ലക്ഷണ്യ എന്ന് പറയും. സർവലക്ഷണ ലക്ഷണം കൊണ്ട് കിട്ടാവുന്നതിനെയാണ് സർവലക്ഷണ ലക്ഷണ്യം എന്ന് പറയുന്നത്. അത് ഭഗവാൻ തന്നെയാണ്. എല്ലാം കൊണ്ടും അറിയാൻ, പരമാർത്ഥമായിട്ട് അറിയാൻ ഭഗവാൻ ഒന്ന് മാത്രമേ ഉള്ളൂ. അതിനാൽ ഭഗവാനാണ് സർവലക്ഷണ ലക്ഷണ്യ. ഏത് വസ്തുവിനെയും അതിന്റെ ഗുണം കൊണ്ടാണ് അറിയാൻ കഴിയുന്നത്. ആകാശത്തിന്റെ ഗുണം ശബ്ദമാണ്. അതായത് ശബ്ദം കൊണ്ട് മാത്രമേ ആകാശത്തെ അറിയാൻ കഴിയുള്ളൂ.
വായുവിന്റെ ഗുണം ശബ്ദവും സ്പർശവുമാണ്. ശബ്ദം കൊണ്ടും സ്പർശനം കൊണ്ടും വായുവിനെ അറിയാം. എന്നാൽ അതിന് രൂപമില്ല. അഗ്നിക്ക് ശബ്ദവും സ്പർശവും രൂപവും ഉണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഭഗവാന്റെ ലക്ഷണം എന്താണ്? ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം ഭഗവാന്റെ ലക്ഷണം മാത്രമാണ്. എല്ലാ വസ്തുക്കളുടെയും പരമാർത്ഥം ഭഗവാൻ മാത്രമായതിനാൽ ഏതൊരു വസ്തുവിന്റെയും അറിയപ്പെടുന്ന എല്ലാ ഗുണങ്ങളും ഭഗവാന്റെ ഗുണങ്ങൾ മാത്രമാണ്. വാസ്തവത്തിൽ നിർഗുണനാണെങ്കിലും എല്ലാ ഗുണങ്ങളും ഭഗവാന്റേത് മാത്രമാണ്. അതിനാൽ ഭഗവാൻ സർവലക്ഷണ ലക്ഷണ്യ, അല്ലെങ്കിൽ എല്ലാ പ്രമാണങ്ങളാലും അറിയപ്പെടേണ്ടവനാണ്. ഭഗവാന് സ്വന്തമായി എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാനും മറ്റൊരു വസ്തുവായി മാറിയേനെ. അടുത്ത നാമം ലക്ഷ്മിവാൻ എന്നതാണ്. എപ്പോഴും ലക്ഷ്മിയോടുകൂടി ഇരിക്കുന്നവനാണ് ലക്ഷ്മിവാൻ. ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി അസ്യ വക്ഷസി നിത്യം വസതി ഇതി ലക്ഷ്മിവാൻ. വക്ഷസ്ഥലത്തിൽ ലക്ഷ്മി ദേവി എപ്പോഴും വസിക്കുന്നതിനാൽ ലക്ഷ്മിവാൻ. ഐശ്വര്യത്തിന്റെ ദേവതയാണ് ലക്ഷ്മി. എപ്പോഴും ഭഗവാന്റെ കൂടെയാണ് ഐശ്വര്യമുള്ളത്. എല്ലാ ഐശ്വര്യങ്ങളുടെയും മൂർത്തിമത് ഭാവമാണ് ഭഗവാൻ. ഐശ്വര്യം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. അതിനാൽ ഭഗവാൻ ലക്ഷ്മിവാൻ ആണ്. അടുത്ത നാമം സമിതിഞ്ജയ എന്നതാണ്. എപ്പോഴും വിജയിക്കുന്നവനാണ് സമിതിഞ്ജയൻ. സമിതി എന്ന് പറഞ്ഞാൽ യുദ്ധമാണ്. സമിതിം യുദ്ധം ജയതി ഇതി സമിതിഞ്ജയ എന്നാണ് ശങ്കരാചാര്യര് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സമിതിയിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ ജയിക്കുന്നവനാകയാൽ സമിതിഞ്ജയൻ. സമിതി എന്നാൽ ഒരു യുദ്ധമോ അല്ലെങ്കിൽ ഒരു സംഘടനമോ സമ്മേളനമോ തിരഞ്ഞെടുപ്പോ അങ്ങനെ എന്തു വേണമെങ്കിലും ആകാം. ഒരു കോമ്പറ്റീഷൻ. ഒരാൾക്ക് ജീവിതത്തിൽ പല പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം. യുദ്ധത്തിലോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭത്തിൽ ഒരു പ്രോജക്റ്റിൽ വിജയിക്കുമ്പോഴെല്ലാം ആ വിജയം ഭഗവാന്റേത് മാത്രമായിരിക്കും. ഭഗവാന്റെ കൃപയില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാ വിജയങ്ങളും ഭഗവാന്റേത് മാത്രമാണെന്നും നാം വ്യക്തിപരമായി ഒന്നും നേടുന്നില്ലെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരം തെല്ലൊന്ന് ശമിക്കും. നമുക്കൊരു പക്വത വരികയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാനെ ഈ നാമത്തിൽ സമിതിഞ്ജയൻ എന്ന നാമത്തിൽ സ്തുതിക്കുന്നത്. 75ാമത്തെ നാമത്തിൽ കണ്ട വിക്രമി എന്ന നാമത്തിൽ കേനോപനിഷത്തിലെ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. ആ കഥ ഇത് തന്നെയാണ് കാണിക്കുന്നത്. എല്ലാ വിജയത്തിന്റെയും പുറകിൽ ഭഗവാന്റെ കാരുണ്യം മാത്രമാണുള്ളത്. ഭഗവാന്റെ കൃപയില്ലാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം. ഇതോടെ ഈ ശ്ലോകം പൂർണ്ണമായി. അടുത്ത ശ്ലോകം അടുത്ത സെഷനിൽ കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.